ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അനഗമിസ് ആണ് മക്കളെ. എല്ലാവരും അടിപൊളിയായിട്ടും സെറ്റായിട്ടും പവറായിട്ട് ഇരിക്കല്ലേ. അപ്പൊ നമുക്ക് എക്സാമിന് വരുന്ന ക്രിസ്മസ് എക്സാമിന് വരുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. എല്ലാ വട്ടവും ഇത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ശ്രദ്ധിച്ച് കേൾക്കുക മക്കളെ. ഇതേ രീതിയിൽ ഒരു എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൊടുക്കും. അപ്പൊ ഇവിടെ 2 എക്സാമ്പിൾസ് ആണ് കൊടുത്തത്. ഇതേപോലെ വേറെ ഓരോ കാര്യങ്ങളായിരിക്കും കൊടുക്കുക. ഇവിടെ CTBT കൊടുത്തിട്ടുണ്ട്. CTBT എന്താ? കോംപ്രഹെൻസീവ് ടെസ്റ്റ് ബാങ്ക് ട്രീറ്റി ആണ് നമ്മൾ CTBT എന്ന് പറയുന്നത്. അതേപോലെ നാറ്റോ ചോദിക്കുന്നുണ്ട്, നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. അതേപോലെ ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ US-ന്റെയും USSR-ന്റെയും ഒക്കെ വാസോ പാക്ട് അങ്ങനെയുള്ള ഇതിന്റെയൊക്കെ ചോദിക്കും. വാസോ പാക്ട് പിന്നെ ഫുൾ ആയിട്ടുണ്ട്. പക്ഷെ അതേപോലെ CNTO എന്താണ്, SENTO എന്താണ്, അങ്ങനെ ഒരുപാട് കാര്യത്തിന്റെ പൂർണ്ണ രൂപം എഴുതാൻ വേണ്ടി നമ്മളോട് ചോദിക്കും. അപ്പൊ അത് പഠിച്ചു വെക്കാം. ഓക്കെ, ചിലപ്പം പാർട്ടികൾ ധരിക്കും. DMK എന്താണെന്നുള്ളത് ചോദിക്കും. AIDMK എന്താണെന്ന് ചോദിക്കും. അപ്പൊ അത് പൂർണ്ണ രൂപം പഠിച്ചു വെക്കുക എല്ലാത്തിന്റെയും. ആൻഡ് അടുത്തത് മക്കളെ, കുറച്ച് മൂവ്മെന്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ഏത് സംസ്ഥാനത്താണ് ഉള്ളത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ചിപ്കോ മൂവ്മെന്റ് ഉത്തരാഖണ്ഡിലാണ്. ആന്റി അറാഖ് മൂവ്മെന്റ് ആന്ധ്രാപ്രദേശിലാണ്. ഭാരതീയ കിസാൻ യൂണിയൻ BKU എന്ന് നമ്മൾ പറയും. അപ്പൊ BKU പൂർണ്ണരൂപം എന്താ? ഭാരതീയ കിസാൻ യൂണിയൻ. അതുകൂടെ ഓർത്തു വെക്കുക. ഉത്തർപ്രദേശിലാണ്. ദളിത് പാന്തേഴ്സ് മഹാരാഷ്ട്ര. ഇത് റൈസ് ഓഫ് പോപ്പുലർ മൂവ്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചതാണ്. സോ ഓരോ മൂവ്മെന്റും ഏത് സംസ്ഥാനത്താണ് നടന്നത് എന്നുകൂടെ ഓർത്തു വെക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ആദ്യമായി ലിംഗ്വിസ്റ്റിക് ബേസിസിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? അതിനു വേണ്ടി നടന്ന മൂവ്മെന്റ്സ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. 1953 ഒക്ടോബർ 1-ാം തീയതിയാണ് ഭാഷാടിസ്ഥാനത്തിലെ ആദ്യ സംസ്ഥാനമായ ആന്ധ്രാപ്രദേശ് രൂപീകരിക്കുന്നത്. വിശാല ആന്ധ്ര മൂവ്മെന്റ് ആയിരുന്നു മക്കളെ നടന്നിട്ടുണ്ടായിരുന്നത്. പോറ്റി ശ്രീരാമുലു എന്ന് പറയുന്ന ഗാന്ധിയൻ, അദ്ദേഹം 58 ദിവസത്തോളം നിരാഹാരം ഇരിക്കുകയും അതിനെ തുടർന്ന് അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നു. ഒരുപാട് പ്രക്ഷോഭങ്ങൾ ആ ഒരു ഏരിയയിൽ നടക്കുന്നു. തെലുങ്ക് സ്പീക്കിംഗ് ആളുകൾക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഒരു സംസ്ഥാനം വേണമെന്ന ആവശ്യവുമായിട്ടായിരുന്നു അദ്ദേഹം നിരാഹാരം ഇരുന്നത്. അതിനെ തുടർന്ന് മരിക്കുന്നു. ഒരു ഗാന്ധിയൻ രീതിയിലായിരുന്നു അദ്ദേഹം മുന്നോട്ട് അദ്ദേഹത്തിന്റെ ലൈഫിലൊക്കെ പോയത്. സോ ഒരുപാട് പ്രക്ഷോഭങ്ങളും കാര്യങ്ങളും ഉണ്ടാവുന്നതിനെ തുടർന്നിട്ട് നമ്മുടെ അന്നത്തെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ജവഹർലാൽ നെഹ്റു ഭാഷാടിസ്ഥാനത്തിലുള്ള ആദ്യത്തെ സംസ്ഥാനമായിട്ട് ഏത് രൂപീകരിക്കുന്നു? ആന്ധ്രാപ്രദേശ് രൂപീകരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം മക്കളെ. പാകിസ്ഥാൻ പലപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ട്? ഡെമോക്രസി എസ്റ്റാബ്ലിഷ് ചെയ്യുക അല്ലെങ്കിൽ അത് ഡെമോക്രസിയിലായിട്ട് മുന്നോട്ട് പോകുന്നതിൽ പരാജയപ്പെട്ടുകൊണ്ടിട്ട് ഒരു സ്റ്റേബിൾ ഡെമോക്രസി നമ്മുടെ പാകിസ്ഥാനിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ടെന്നാണ് ചോദിക്കുന്നത്. നമുക്കിവിടെ പറയാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. പ്രധാനമായിട്ടും മിലിറ്ററി ഇൻവെൻഷൻ. എപ്പോഴും ഒരു മിലിറ്ററി ഇൻഫ്ലുവൻസിലായിരുന്നു ആരുണ്ടായിരുന്നത് നമുക്ക് പറയാൻ പറ്റും. നമ്മുടെ പാകിസ്ഥാൻകാര് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ 1958, 69, 77, 99 ഇതിലൊക്കെ ആയിട്ട് ഒരുപാട് മിലിറ്ററി ഇന്റർവെൻഷൻ നടന്നതുകൊണ്ട് തന്നെ അത് ഡെമോക്രാറ്റിക് പ്രോസസ്സിന് ഒരു ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഒരു സ്റ്റേബിൾ ഡെമോക്രസി നിലനിർത്തി പോകുന്നതിൽ അവർ പരാജയപ്പെട്ടതിന് ഒരു കാരണമാണ് വീക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ പാകിസ്ഥാനിലെ ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷനായ പാർലമെന്റ്, ജുഡീഷ്യറി, ഇലക്ഷൻ കമ്മീഷൻ ഇവരൊക്കെ എന്താണ്? വീക്കായിരുന്നു. കൂടാതെ ഇൻഎഫക്റ്റീവ് ആയിരുന്നു. ഒരുപാട് ആളുകൾ, കറപ്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ഡെമോക്രസി അവിടെ നിലനിന്നു പോവാത്തത്. അടുത്തത് ഇസ്ലാമിക് ഐഡിയോളജി. ഒരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സെക്യുലറിസത്തിൽ നിന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി അവർക്ക് സാധിച്ചില്ല. അവരുടെ ഐഡിയോളജി എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു ഇസ്ലാമിക് ഐഡിയോളജിയാണ്. അപ്പൊ ഒരു മതത്തിന്റെ ബേസിൽ ഒരു രാജ്യം ഫോം ചെയ്യുന്ന സമയത്ത് ഒരു ഡെമോക്രാറ്റിക് ആയിട്ട് ഒരു ഡെമോക്രസിയിൽ നിന്നുകൊണ്ട് ഒരു രാജ്യം മുന്നോട്ട് പോകാൻ സാധിക്കില്ല. സോ ഇതൊക്കെ ഒരു ഡെമോക്രസി, ഒരു സ്റ്റേബിൾ ഡെമോക്രസി നിലനിർത്തി പോകുന്നതിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടതിന്റെ കാരണങ്ങളായിട്ട് നമുക്ക് പറയാം. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം മക്കളെ. ജനതാ ഗവൺമെന്റ് പരാജയപ്പെട്ട കാരണങ്ങൾ. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ജനതാ ഗവൺമെന്റ് ഫെയിലിയർ ആയി പോയി എന്നാണ് ചോദിക്കുന്നത്. ജനതാ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആ ഒരു പാർട്ടി പറഞ്ഞാൽ കോയിലേഷൻ ഗവൺമെന്റിലൂടെ, കൂട്ടുകക്ഷി ഭരണ സംവിധാനത്തിലൂടെ വന്നതാണ്. ഒരു പാർട്ടിയല്ല, ഒന്നിൽ കൂടുതൽ പാർട്ടികൾ ചേർന്ന് വന്നതോടുകൂടി തന്നെ അതിന്റെ ഇടയിലുള്ള ആളുകൾ തമ്മിൽ ഇന്റേണൽ കോൺഫ്ലിക്റ്റ് നിലനിന്നിരുന്നു. പിന്നെ ലാക്ക് ഓഫ് കോഷൻ, അതായത് ഉള്ളിലുള്ള ആളുകൾ തന്നെ പബ്ലിക് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുക? ക്രിട്ടിസൈസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് ചരൺ സിംഗ് എന്ത് ചെയ്തു? റെസിഗ്നേഷൻ കൊടുത്തു. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മൊറാർജി ദേശായിക്ക് അവരുടെ മെജോറിറ്റി എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല? മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. പാർട്ടിക്കിടയിൽ തന്നെ പല അഭിപ്രായങ്ങളുണ്ട്. ആളുകൾക്ക് ഞങ്ങൾക്ക് ഭരണത്തിൽ വരണം, അതായത്
ഒരുപാട് ആളുകൾ കൂടി ചേർന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് വരണം അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും അടിപിടി കൂടാ. ഒരു ഐഡിയോളജിയോ അല്ലെങ്കിൽ പോളിസിയോ ഒന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല. ഐഡിയോളജിക്കൽ ഡിഫറൻസസ് ഉണ്ടായിരുന്നു. കാരണം ഒരുപാട് പാർട്ടീസ് ചേർന്ന് ഫോം ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിച്ചില്ല. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. നാഷണൽ എമർജൻസിയുടെ പരിണിത ഫലങ്ങൾ കോൺസിക്വൻസസ് ആണ് നോക്കുന്നത്. 1975 നാഷണൽ എമർജൻസി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. ഈ ഒരു സമയത്ത് നമുക്ക് എന്തുണ്ടായിരുന്നില്ല, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. മൂവ് ചെയ്യാനുള്ള റൈറ്റ്സോ നമുക്ക് അസംബിൾ ചെയ്യാനുള്ള റൈറ്റോ ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനോ ഒന്നും ഉണ്ടായിരുന്നില്ല. മീഡിയ എല്ലാം എന്ത് ചെയ്തു, സെൻസർ ചെയ്തു. ഈവൻ മീഡിയയിൽ എന്തെങ്കിലും വരുന്നതിന് മുന്നേ ഗവൺമെന്റ് അപ്രൂവൽ നൽകിയതിനു ശേഷം മാത്രം എന്ത് ചെയ്യുക, പബ്ലിഷ് ചെയ്യുന്ന രീതിയിലേക്കായി. ദെൻ അറസ്റ്റും ഡിറ്റൻഷനും, ഒരുപാട് ആളുകളെ എക്സ്പെഷ്യലി ഓപ്പോസിറ്റ് ലീഡേഴ്സിനൊക്കെ ഒരു കാരണവുമില്ലാതെ ജയിലിൽ കൊണ്ടിടുക, കരുതൽ തടങ്ക് പ്രിവെന്റീവ് ഡിറ്റൻഷൻ എന്ന പേരിൽ കുറ്റം ചെയ്തേക്കാം എന്ന് മുൻകൂട്ടി ഇവരെ ജയിലിൽ പിടിച്ചിടുക, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മളെ ഡെമോക്രസിയെ നെഗറ്റീവായിട്ട് ഒരു അതോറിറ്റേറിയൻ റൂൾ ആയിരുന്നു നമുക്ക് ആ ഒരു പീരീഡിൽ ഉണ്ടായിരുന്നത്. ഇതൊക്കെ നമ്മളെ നാഷണൽ എമർജൻസിയുടെ കോൺസിക്വൻസസ് ആയിട്ട് പറയുന്നതാണ്. ഓക്കെ, അടുത്ത ചോദ്യം മക്കളെ, നോൺ അലൈൻമെന്റ്. കോൾഡ് വാറിന്റെ സമയത്ത് ഇന്ത്യയുടെ പോളിസിയാണ് നോൺ അലൈൻമെന്റ് എന്ന് പറയുന്നത്. അതിനെക്കുറിച്ചൊരു ഷോർട്ട് നോട്ട് തയ്യാറാക്കാനാണ്. നമുക്കറിയാം കോൾഡ് വാറിന്റെ സമയത്ത് ലോകം ഒരു ബൈപോളാറിലായിരുന്നു ലോകം ഉണ്ടായിരുന്നത്. യുഎസും USSRന്റെയും അണ്ടറിലാണ് ലോകം ഉണ്ടായിരുന്നത്. ആ സമയത്ത് സ്വാതന്ത്ര്യം കിട്ടിയതാണ് ഇന്ത്യ, ആഫ്രിക്ക, ഈ രാജ്യങ്ങളൊക്കെ. അപ്പൊ ഇവരൊന്നും രണ്ടുപേരുടെയും കൂടെ ചേരാതെ ഒറ്റക്ക് നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, നോൺ അലൈൻമെന്റ്, ചേരാ നയം. അത് ഇന്ത്യ മാത്രമായിരുന്നില്ല, 5 രാജ്യങ്ങൾ ഇന്ത്യയുടെ കൂടെ ഉണ്ടായിരുന്നു. 5 ആളുകൾ ചേർന്നിട്ടുണ്ട്. ലൈക്ക് നമ്മൾ പറയുകയാണെങ്കിൽ യൂഗോസ്ലാവിയെന്ന് ജോസഫ് ബ്രോസ് ടിറ്റോ, ഇന്ത്യന്ന് ജവഹർലാൽ നെഹ്റു, ഗാമൽ അബൽ നസർ, ഈജിപ്ത് നിന്ന് ഇന്തോനേഷ്യന്ന് സുകാർണോ, ഘാനെന്ന് ക്വാമി നിക്രു. ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് 5 ഫൗണ്ടിങ് മെമ്പേഴ്സ് ആയിരുന്നു നാമിന് ഉണ്ടായിരുന്നത്. ഇവരുടെ ആദ്യത്തെ സമ്മിറ്റ് ബെൽഗ്രേഡിൽ വെച്ച് നടക്കുന്നു 1961. അന്ന് ഈ നാമിൽ ഉണ്ടായിരുന്ന 25 സ്റ്റേറ്റുകൾ, അത് കൺട്രികളാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇവര് ഇതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഈ നമ്മളെ ലോകത്തിലെ ഈ ഒരു മത്സരത്തിന്റെ ഉള്ളിൽ പോകാതെ മാറി നിന്നുകൊണ്ട് ഒരു തേർഡ് വേൾഡ് കൺട്രി ക്രിയേറ്റ് ചെയ്യുക എന്ന ലക്ഷ്യമായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത്. ഇതാണ് നോൺ അലൈൻമെന്റ് എന്ന് പറഞ്ഞ ഇന്ത്യയുടെ പോളിസി. നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. ചൈന ഒരു ഓൾട്ടർനേറ്റീവ് സെന്റർ ഓഫ് പവർ ആയിട്ട് വളർന്നു വരികയാണ്. അങ്ങനെ ചൈന ഗ്രോത്ത് ആവാനുള്ള കാരണങ്ങളാണ് നമ്മളോട് ചോദിക്കുന്നത്. ചൈന എക്കോണമി നമുക്ക് വളരെ രീതിയിൽ ഡെവലപ്പ് ആയത് നമുക്ക് എന്ത് ചെയ്യാം, കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഇവരൊരു സോവിയറ്റ് മോഡൽ ഓഫ് എക്കോണമിയാണ് ഇവർ കൊണ്ടുവന്നത്. ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. ഒരു യൂണിറ്ററി ഫോം ഓഫ് ഗവൺമെന്റ് ആണ് ഇവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇനി ഭാവിയിൽ അമേരിക്കൻ എക്കോണമീനെ ഓവർടേക്ക് ചെയ്യുന്ന രീതിയിൽ ചൈന വളർന്നിട്ടുണ്ട്. ഇവരുടെ ഒരു സ്ട്രെങ്ത് പറയുകയാണെങ്കിൽ ഇവരുടെ ഒരു ലൊക്കേഷൻ, ഒരു സ്റ്റേബിൾ എക്കോണമിയാണ് ഇവർക്കുള്ളത്. ഒരുപാട് നാച്ചുറൽ റിസോഴ്സസ് സ്വന്തമായിട്ടുണ്ട്. വേൾഡ് കൺട്രീനെ പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചൈനക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ റാപ്പിഡ് ആയിട്ട് പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അവരുടെ പോളിസി അവരുടെ ഈ ഒരു ഗ്രോത്തിന് സഹായിച്ചിട്ടുണ്ട്. ലൈക്ക് നമ്മൾ ചൈനയായിട്ടുള്ള ഒരു കോർഡിയൽ റിലേഷൻ 1972 പറയുന്നുണ്ട്. ഇവര് വേൾഡ് രാജ്യങ്ങളുമായിട്ട്, മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് എക്കണോമിക്കലി പൊളിറ്റിക്കലി ഒരു റിലേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 4 മോഡേണൈസേഷൻ പ്രോഗ്രാം ഇവർ കൊണ്ടുവന്നു. 1973 ചൈനീസ് പ്രീമിയർ ആയ സോ ഇലായി ആണ് ഇത് കൊണ്ടുവന്നത്. അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, സയൻസ്, ടെക്നോളജി, ഈ 4 മേഖലയിലും ഇവർ മോഡേണൈസേഷൻ കൊണ്ടുവന്നു. ഓപ്പൺ ഡോർ പോളിസി ചൈനീസ് പ്രീമിയർ ആയ ഡെൻ സിയോപിങ് അനൗൺസ് ചെയ്തു. ഇതൊക്കെ ഒരു മാർക്കിന് ചോദിക്കുന്നതാണ്. അവർ ഫോക്കസ് ചെയ്ത് ലിബറലൈസേഷൻ ഓഫ് എക്കോണമി, എക്സസ് പ്രൊഡക്ഷൻ, മാർക്കറ്റ് സിസ്റ്റം, പ്രൈവറ്റ് ഓണർഷിപ്പ് ആയിരുന്നു അവരെന്ത് ചെയ്തത്, ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് 1982 ഇവരെന്ത് ചെയ്യുന്നുണ്ട് മക്കളെ, നമ്മുടെ അഗ്രികൾച്ചർ പ്രൈവറ്റൈസ് ചെയ്യുന്നുണ്ട്. അഗ്രികൾച്ചർ ഇവര് പ്രൈവറ്റൈസേഷൻ നടത്തുന്നു. 2001 ചൈനക്ക് WTO അതായത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നു, ഒരു മെമ്പർഷിപ്പ് കിട്ടുന്നു. സോ ഇങ്ങനെയാണ് ചൈനീസ് എക്കോണമിയുടെ ഒരു ഗ്രോത്ത് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇതൊരു എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പൊ മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇതൊന്നും പഠിക്കാതെ പരീക്ഷയ്ക്ക് പോകരുത്. അപ്പൊ എല്ലാവർക്കും ഒരു അടിപൊളി ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് തന്നെ എക്സാം ചെയ്ത് അപ്പൊ നമ്മുടെ കോണ്ടന്റ് വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ദാറ്റ്സ് ലവ് ഇറ്റ്സ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us ഡിയേഴ്സ്.